അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ബ്ലാക്ക് ബോക്സ് എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും നിർണായകമാകുന്ന ഡേറ്റ അതിൽ തന്നെയായിരിക്കും. അത് ഡീകോഡ് ചെയ്ത് എന്താണ് അപകടത്തിന് കാരണമായത് എന്നതിൽ കൂടുതൽ വ്യക്തത കൈവരുമെങ്കിൽ പോലും ഇപ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, ഈ അപകടത്തിൽ ഇപ്പോൾ ഇത്രയും അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ആ അപകടത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നിർണായകമായ തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അത് DGCA ഇനി അത് കൊണ്ടുപോയി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ അവസാനം സംഭവിച്ചത്, പൈലറ്റുമാരുടെ കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു, അവസാനത്തെ കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു, എന്താണ് ആ വിമാനത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുമ്പോഴാണ് കൃത്യമായി മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ നിർണായകമായ ഒരു വിവരം, ഒരു തെളിവ് കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതെന്തായാലും വരുന്ന ദിവസങ്ങളിലായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നത്. എന്നിരുന്നാൽ പോലും ആ വിമാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് വൈകാതെ തന്നെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ കഴിഞ്ഞതിലൂടെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. എന്നാൽ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇതേ വിമാനം സെപ്റ്റംബർ 14, 2023 മറ്റൊരു അപകടത്തിൽ പെട്ടിരുന്നു എന്നുള്ള നിർണായകമായ ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് 2023 സെപ്റ്റംബർ 14 ലിയർജെറ്റ് 45XR എന്ന് പറയുന്ന VSR വെഞ്ചേഴ്സിൻ്റെ ഇതേ വിമാനം വിശാഖപട്ടണത്ത് നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് മുംബൈയിലേക്ക് എത്തുമ്പോൾ, മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ലാൻഡ് ചെയ്യാൻ എത്തുമ്പോൾ ഇത്തരത്തിൽ റൺവേയിൽ നിന്ന് തെന്നി മാറുന്നൊരു അപകടമുണ്ടായിരുന്നു. അന്ന് മഴയും കാറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ പ്രധാനപ്പെട്ട വിവരം. എന്നാലും ഇതിനു മുമ്പും ഈ ഒരു വിമാനത്തിന് ഇതിനു മുമ്പ് ഒരു അപകടത്തിൽ പെട്ട ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അന്ന് അതിശക്തമായ മഴയും കാറ്റുമുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു കാലാവസ്ഥയിലാണ് ഈ വിമാനം അന്ന് അപകടത്തിൽപ്പെട്ടിരുന്നത്. പക്ഷേ അന്ന് വലിയ ദുരന്തമൊന്നും ഉണ്ടാകാതെ പോവുകയാണ് ചെയ്തത്. അന്ന് ആ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിമാനം തെന്നി മാറിയെങ്കിലും പിന്നീട് അതിന് മറ്റു കൂടുതൽ ദുരന്തങ്ങളിലേക്ക് പോകാതെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. പക്ഷേ ഇത്തവണ ആ വിമാനം അപകടത്തിൽപ്പെട്ടു. പക്ഷേ അത് തിരിച്ചു വരാത്തൊരു യാത്രയായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെട്ടു എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായ ഒരു വലിയ സംഭവം എന്ന് പറയുന്നത്. അതിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ള ദാരുണമായ വിഷയം കൂടെയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരിക്കുന്നു. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നത് ആളുകളുടെ ഇടയിൽ ഗ്രാസ് റൂട്ടിൽ കണക്ഷനുള്ള ഒരു വലിയ നേതാവായിരുന്നു അജിത് പവാർ എന്ന് പറയുന്നതാണ്. അദ്ദേഹം എല്ലായിടങ്ങളിലും ബഹുമാനിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു. കർഷകർക്കിടയിലും സാധാരണക്കാർക്കിടയിലും വലിയ രീതിയിൽ ആഴത്തിലിറങ്ങിപ്പോയി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അജിത് പവാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലും വലിയ രീതിയിൽ അറിവുണ്ടായിരുന്നു. അതുപോലെ അത്തരം കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ കഴിവും താല്പര്യവും ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള വിയോഗം വളരെ ഞെട്ടൽ രേഖപ്പെടുത്തുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്, സങ്കടപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പരാമർശമെന്ന് പറയുന്നത്. അദ്ദേഹം അജിത് പവാറിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. അജിത് പവാറിൻ്റെ കുടുംബത്തിന് എല്ലാ അനുശോചനങ്ങൾ കൂടി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിനൊപ്പം തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസുമായി ഈ അപകടത്തെക്കുറിച്ച് അദ്ദേഹം ഫോണിൽ വിളിച്ച് ആരാഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. DGCA പ്രാഥമികമായ ഒരു അന്വേഷണം ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും നിർണായകമായ കാര്യം, ഈ അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരിക്കുന്നതാണ്. ബ്ലാക്ക് ബോക്സിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗമുണ്ട്. അതായത് ഞങ്ങളുടെ സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി കാണുന്ന വിമാന അപകടത്തിൽ തകർന്നുപോയ വിമാനത്തിൻ്റെ ചിറകിൻ്റെ ഭാഗങ്ങളും അതോടൊപ്പം തന്നെ വാലറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന പിൻഭാഗം, അവിടെ കാര്യമായി തകരാർ സംഭവിച്ചിട്ടില്ല എന്നത് ഒരു പക്ഷേ ഏറ്റവും ഗുണകരമാകുന്ന, അതായത് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് എന്നതിൻ്റെ ഡേറ്റ അറിയാൻ പറ്റുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ വിമാന അപകടം സംഭവിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ്. അതിനുശേഷം രക്ഷാപ്രവർത്തകർ അവിടെ എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ വിൻഡോ നമുക്ക് ഫുൾ സ്ക്രീനിൽ നൽകിയാൽ കുറച്ചുകൂടി വ്യക്തത വരും എന്നെനിക്ക് തോന്നുന്നു. അതായത് അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ, ഇപ്പോൾ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു വിമാനത്തിൻ്റെ പിൻഭാഗം, അതായത് നമ്മൾ വാലറ്റം എന്ന് പറയാവുന്ന ഭാഗം, അവിടെ കാര്യമായ തകരാർ സംഭവിക്കുന്നില്ല. ഇവിടെയാണ് സാധാരണ നിലയിൽ ഈ ഏറ്റവും നിർണായക
നിർണായകമാവുന്ന ബ്ലാക്ക് ബോക്സുകൾ സ്ഥാപിക്കുക എന്നതാണ്. അതിന് കാരണം തന്നെ ഇതാണ്. ഒരു വിമാനം അപകടത്തിൽപ്പെട്ട് കത്തിയമരുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും അതിൽ ഏറ്റവും അവസാനം, അതായത് എഞ്ചിൻ ഭാഗങ്ങളും മറ്റുമൊക്കെയായി പ്രവർത്തിക്കുന്ന ആ വിമാനത്തിൻ്റെ ഘടനയനുസരിച്ച് ഏറ്റവും അവസാനം മാത്രം കത്തി നശിക്കാൻ സാധ്യതയുള്ള ഭാഗം എന്നത് ഈ വാലറ്റം എന്നതാണ്. അതുകൊണ്ടാണ് ഈ പിൻഭാഗത്ത് ബ്ലാക്ക് ബോക്സ് സ്ഥാപിക്കുന്നത്. ഓറഞ്ച് നിറത്തിൽ ഉള്ള ഒരു ഉപകരണം ആണ്. അതിന് 2 ഭാഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോക്പിറ്റ് റെക്കോർഡർ എന്നതാണ്, വോയിസ് റെക്കോർഡറും ഒപ്പം ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും. ഇതിൽ ഏതാണ്ട് പൂർണ്ണമായും ഈ വിമാനം എത്ര ഉയരത്തിലാണ് സഞ്ചരിച്ചിരുന്നത്, വിമാനത്തിൻ്റെ വേഗത എത്രയായിരുന്നു, വിമാനം കടന്നുപോയ ആകാശപാത ഏതായിരുന്നു, ഒപ്പം ഈ പൈലറ്റുമാർ തമ്മിലുണ്ടാകുന്ന സംഭാഷണം, ഏതെങ്കിലും അപകട സൂചനകൾ ഉണ്ടായെങ്കിൽ അതിന് നിയന്ത്രണത്തിൻ്റെ ഭാഗമായി കൃത്യമായ ഇൻഫർമേഷൻ ഡേറ്റകൾ പൈലറ്റ് കൈമാറിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന സാങ്കേതിക സംവിധാനം ആയിട്ടുള്ള ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. മാത്രവുമല്ല, തീപിടുത്തമുണ്ടായാൽ പോലും ഏതാണ്ട് 1100 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ പോലും അതിനെ അതിജീവിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ബ്ലാക്ക് ബോക്സ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇടിയുടെ ആഘാതം, സാധാരണ നമുക്കറിയാം വിമാനങ്ങൾ കൂട്ടിയിടിച്ച് തകരാർ സംഭവിക്കും, അപകടമുണ്ടാകും. വിമാനം പൊടുന്നനെ താഴേക്ക് പതിച്ച് അപകടമുണ്ടാകും. ആ താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രവേഗവും വേഗതയും അത് വിമാനത്തിനുണ്ടാക്കുന്ന മർദ്ദവും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതിനപ്പുറത്തുള്ള ആഘാതം ആണ് വിമാനം നിലത്ത് പതിക്കുമ്പോൾ ഉണ്ടാവുക. പിന്നീടുള്ള ഒരു സാധ്യതയാണ് കത്തിപ്പോവുക എന്നത്. ഇങ്ങനെയൊക്കെയുള്ള എത്ര വലിയ മർദ്ദം ഉണ്ടായാലും ആ മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റുന്ന സംവിധാനമാണ് ബ്ലാക്ക് ബോക്സ്. ചിലപ്പോഴെങ്കിലും വിമാനങ്ങൾ കടലിൽ അപകടത്തിൽപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ കടലിൻ്റെ ആഴത്തിൽ ഏതാണ്ട് 20,000 അടി താഴ്ചയിൽ പോലും ഈ ബ്ലാക്ക് ബോക്സിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കാറില്ല. എന്തായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, നമുക്ക് അതിൽ തന്നെ വ്യക്തമാണ് ബ്ലാക്ക് ബോക്സ് കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു എന്നത്. 8 പേർ 9 പേർ യാത്ര ചെയ്യുന്ന ജെറ്റ് വിമാനമായതുകൊണ്ട് തന്നെ അധികം സഞ്ചാരികൾ ഉണ്ടായിരുന്നില്ല. ചെറുവിമാനം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതിൻ്റെ വാൽഭാഗം എന്തായാലും തീപിടിച്ച് നശിച്ചിട്ടുമില്ല എന്നതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബോക്സ് ലഭിച്ചിട്ടുണ്ട്. ഇനി അത് ഡീകോഡ് ചെയ്യുക എന്നത് മാസങ്ങളോ ഒക്കെ എടുക്കുന്ന ഒന്നാണ്. എന്തായാലും എന്താണ് അപകട കാരണം എന്നതിൽ വ്യക്തത കൈവരണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നമ്മൾ കാത്തിരിക്കണം എന്നതാണ് പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത്. പക്ഷേ ഏറ്റവും നിർണായകമാകുന്ന ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യം ഏറെ ഞെട്ടലോടുകൂടിയാണ് അജിത് പവാറിൻ്റെ വിടവാങ്ങൽ കേൾക്കുന്നത്. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായിരുന്ന മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ ശോഭിച്ചു നിന്നിരുന്ന സമയം, രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിച്ച ഒരു കാലഘട്ടം, അതിന് നേതൃത്വം നൽകിയ നേതാവ് കൂടിയായിരുന്നു അജിത് പവാർ. ബാരാമതിയിൽ തുടങ്ങിയ രാഷ്ട്രീയ യാത്രയാണ് 22ാമത്തെ വയസ്സിൽ ആരംഭിച്ച ആ യാത്രയാണ്. അതേ ബാരാമതിയിൽ തന്നെ 66ാമത്തെ വയസ്സിൽ ആ യാത്ര അവസാനിക്കുമ്പോൾ അത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു മടങ്ങിപ്പോക്കായി മാറുന്നു. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ബാരാമതി അജിത് പവാറിനെ കൈവിട്ടിരുന്നില്ല എന്നതാണ്. 8 തവണ നിയമസഭയിലേക്ക് മാറ്റുരച്ചപ്പോൾ ആ 8 തവണയും മികച്ച വിജയം നൽകിയ ബാരാമതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട അജിത് പവാർ ആണ് ആ യാത്ര പാതിവഴിയിൽ അവസാനിപ്പിച്ചത് എന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.